നിഖിൽ അളവൂർ ചേരുന്നുണ്ട്. നിഖിൽ, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ? ഇയാളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണോ? കൂടുതൽ സഹായങ്ങൾ പലയിടങ്ങളിൽ നിന്നായി ഇയാൾക്ക് കിട്ടിയോ എന്ന സംശയം ബാക്കിയാവുകയാണ്. അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും സ്ഥിരീകരണങ്ങൾ, സൂചനകൾ ലഭ്യമാകുന്നുണ്ടോ ഇപ്പോൾ? പോലീസ് ട്രെയിനിങ് സെന്ററിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് IPS ഒപ്പം തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുമെല്ലാം ചേർന്ന് ഗോവിന്ദസ്വാമി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിടികൂടിയ ഉടൻ തന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഇയാളെ അല്പസമയത്തിനകം പുറത്തിറക്കുമെന്നാണ് കരുതുന്നത്. ഏതായാലും ഇയാൾ ഈ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ആരിൽ നിന്നാണ് സഹായം കിട്ടിയത് എന്ന് വ്യക്തമാകുമെന്നാണ് പോലീസ് കരുതുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, സഹായമില്ലാതെ, അത് അകത്തു നിന്നും പുറത്തു നിന്നും സഹായം ലഭിക്കാതെ ഏതായാലും ഗോവിന്ദസ്വാമിക്ക് പുറത്ത് കടക്കാനാകുമായിരുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുക എന്നതാണ് ഇപ്പോൾ പോലീസിന്റെ പ്രാഥമികമായ ലക്ഷ്യം. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിന് ശേഷം അല്പസമയത്തിനകം പുറത്തിറക്കി ഇറക്കുമെന്ന് കരുതുന്നു. പക്ഷേ നേരത്തെ ലക്ഷ്മി പത്മ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എത്രത്തോളം ക്രൂരതയാണ് ഇയാളുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്, അല്ലെങ്കിൽ എത്രത്തോളം ശൗര്യം ഇയാളിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഈ സൗമ്യവധ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ അടക്കപ്പെടുന്നു, പക്ഷേ ഇത്രയും കാലം ശിക്ഷ അനുഭവിക്കുന്നു. ഇതിനിടയിലും പക്ഷേ മാനസാന്തരത്തിന്റെ ഒരു തരി പോലും ഇയാൾക്കുണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ്. അയാളുടെ ക്രിമിനൽ വാസന, ക്രിമിനൽ മനസ്സ് അത് മാറിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന സംഭവവികാസങ്ങൾ തന്നെയാണ് ഇന്നും ഉണ്ടായത്. കാരണം വളരെ പ്ലാൻ ചെയ്ത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നു. കണ്ണൂർ സെൻട്രൽ ജയിൽ പോലെ അതീവ സുരക്ഷാ മേഖലയുള്ള ഒരു മേഖലയായ ഒരു പ്രദേശത്ത് നിന്നാണ് ചാടുന്നതെന്ന് ഓർക്കണം. അതിനുശേഷം അവിടെ നിന്ന് 3 കിലോമീറ്ററോളം ഇപ്പുറമുള്ള AKG ആശുപത്രി ജംഗ്ഷനിലെത്തുന്നു. അവിടെ നിന്ന് കണ്ണൂർ DC ഭാഗത്തേക്കുള്ള SPCA റോഡിലൂടെ നടന്നു വരുന്നു. ഇങ്ങനെ നടന്നു വരുന്ന സമയത്താണ് ഒരാൾ, വിനോജ് കുമാർ എന്ന് പറയുന്ന ഒരാൾ ഇദ്ദേഹത്തെ കാണുന്നത്. ഈ വാർത്തകളൊക്കെ കണ്ടതിനെ തുടർന്നാണ് വിനോജ് ഗോവിന്ദസ്വാമി എന്ന് വിളിക്കുന്നത്. ഈ സമയത്ത് പരിഭ്രമിച്ച് തിരിഞ്ഞു നോക്കുകയായിരുന്നു ഇയാൾ ചെയ്തത്. ഉടൻ തന്നെ സമീപത്ത് കണ്ട ഒരു ഇടവഴിയിലേക്ക് ഓടിപ്പോകുന്നു. ആ ഇടവഴി ചെന്നെത്തുന്നത് ഒരു കാട് നിറഞ്ഞ പ്രദേശത്താണ്. ആ പ്രദേശത്തൂടെ എല്ലാം ഇയാൾ ഓടിയിട്ടുണ്ട്. പിന്നീട് ഈ ഉടൻ തന്നെ പോലീസ്, കണ്ണൂർ ടൗൺ പോലീസ് ഉടൻ തന്നെ ഈ വിവരം വിനോദ് അറിയിച്ചത് ഉടൻ തന്നെ പോലീസ് അവിടേക്ക് എത്തുന്നു. അവിടെ തിരച്ചിൽ ആരംഭിക്കുന്നു. പിന്നാലെ ഡോഗ് സ്ക്വാഡ് എത്തുന്നു. ഇങ്ങനെ നാട്ടുകാരും പോലീസും എല്ലാം ചേർന്ന് വലിയ രീതിയിലുള്ള തിരച്ചിൽ ആ പ്രദേശത്ത് നടത്താൻ തുടങ്ങിയതോടുകൂടി ഇയാൾ ഈ നേരത്തെ പറഞ്ഞ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിന്റെ കെട്ടിടത്തോട് ചേർന്നുള്ള ഒരു കിണറിലേക്ക് ഇറങ്ങി നിൽക്കുകയായിരുന്നു.